വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം. ജോസഫിന്റെ മകൻ മനാസിയുടെ കുടുംബങ്ങളിൽപ്പെട്ട മനാസിയുടെ മകൻ മാക്കീറിന്റെ പുത്രൻ ഗിലെയാദിന്റെ മകനായ ഹേഫറിന്റെ പുത്രൻ സെലഹഫാദിന്റെ പുത്രിമാർ അടുത്തു വന്നു. അവന്റെ പുത്രിമാരുടെ പേരുകൾ ഇവയാണ്: മഹല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ. അവർ സമാഗമ കൂടാരവാതിൽക്കൽ മോശയുടെയും പുരോഹിതൻ ഏലയാസറിൻ്റെയും നേതാക്കന്മാരുടെയും സമൂഹം മുഴുവൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു: ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു. കർത്താവിനെതിരായി ഒരുമിച്ച കൂട്ടത്തിനിടയിൽ, അതായത് കോറഫിൻ്റെ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നില്ല. എങ്കിലും സ്വന്തം പാപനിമിത്തം അവൻ മരിച്ചു. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം അവൻ്റെ കുടുംബത്തിനിടയിൽ നിന്ന് നിർമൂലമായി പോകുന്നതെന്തിന്? ഞങ്ങളുടെ പിതാവിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് അവകാശം നൽകുക. മോശ അവരുടെ ന്യായവാദം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു: സെലഹഫാദിൻ്റെ പുത്രിമാർ വാദിക്കുന്നത് ശരിയാണ്. അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ നീ അവർക്ക് കൈവശ വസ്തുവിനുള്ള അവകാശം തീർച്ചയായും നൽകണം. അങ്ങനെ നീ അവർക്ക് തങ്ങളുടെ പിതാവിൻ്റെ അവകാശം കൈമാറാനിടയാക്കണം. നീ ഇസ്രായേലിനോട് ഇപ്രകാരം പ്രഖ്യാപിക്കണം: ഒരുവൻ പുത്രനില്ലാതിരിക്കെ മരിച്ചാൽ അവൻ്റെ അവകാശം നിങ്ങൾ അവൻ്റെ പുത്രിക്ക് കൈമാറാനിടയാക്കണം. അവന് പുത്രിയുമില്ലെങ്കിൽ അവൻ്റെ അവകാശം നിങ്ങൾ അവൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാരില്ലെങ്കിൽ അവൻ്റെ അവകാശം അവൻ്റെ പിതൃ സഹോദരന്മാർക്ക് കൊടുക്കണം. അവൻ്റെ പിതാവിന് സഹോദരന്മാരില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അവകാശം അവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അടുത്ത ബന്ധുവിന് കൊടുക്കണം. അവനത് അവകാശപ്പെടുത്തണം. ഇത് ഇസ്രായേല്യർക്ക് ന്യായപ്രമാണ ചട്ടമായിരിക്കും, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: ഈ അബാറിം മലയിലേക്ക് കയറി ഞാൻ ഇസ്രായേല്യർക്ക് നൽകുന്ന ദേശം കണ്ടുകൊള്ളുക. അത് കണ്ടു കഴിയുമ്പോൾ നീയും നിന്റെ ജനങ്ങളോട് ചേരും, നിന്റെ സഹോദരൻ അഹറോൻ ചേർന്ന പോലെ തന്നെ. കാരണം സിൻ മരുഭൂമിയിൽ ജലാശയത്തിങ്കൽ സമൂഹത്തിൻ്റെ കലഹനേരത്ത് അവരുടെ കൺമുമ്പാകെ എൻ്റെ വിശുദ്ധി പ്രകടമാക്കാനുള്ള എൻ്റെ നിർദ്ദേശം നിങ്ങൾ മറുതലിച്ചു. അതാണ് സിൻ മരുഭൂമിയിലെ കാദഷ് മെരീബ ജലം. മോശ കർത്താവിനോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: ഓരോ ശരീരിയുടെയും ചൈതന്യത്തിൻ്റെ ദൈവമായ കർത്താവ് സമൂഹത്തിൻ്റെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ. അവൻ അവർക്ക് മുമ്പേ പുറപ്പെടുകയും അവർക്ക് മുമ്പേ പോകുകയും അവരെ പുറത്തു കൊണ്ടുവരികയും അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ കർത്താവിൻ്റെ സമൂഹം തങ്ങൾക്ക് ഇടയനില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെയാകാതിരിക്കട്ടെ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: നൂനിൻ്റെ മകനെ, തന്നിൽ ചൈതന്യം കുടികൊള്ളുന്നവനായ ജോഷുവയെ സ്വീകരിച്ച് അവൻ്റെ മേൽ നിന്റെ കൈ വയ്ക്കുക. പുരോഹിതനായ എലയാസറിൻ്റെ മുൻപിലും സമൂഹം മുഴുവൻ്റെ മുൻപിലും അവനെ നിർത്തി അവരുടെ കൺമുമ്പാകെ നീ അവനെ നിയമിക്കണം. ഇസ്രായേലി സമൂഹം മുഴുവൻ അനുസരിക്കേണ്ടതിന് നിന്റെ തേജസ്സിൽ കുറച്ച് അവന് നൽകണം. അവൻ പുരോഹിതനായ എലയാസറിൻ്റെ മുൻപിൽ നിൽക്കണം. അയാൾ കർത്താവിൻ്റെ മുൻപിൽ അവനു വേണ്ടി ഉറിയും വഴിയുള്ള തീരുമാനം തിരക്കണം. അയാളുടെ വാക്കനുസരിച്ചാണ് അവർ പുറപ്പെടേണ്ടത്. അവനും അവനോടൊപ്പം ഇസ്രായേലിയർ മുഴുവനും സമൂഹം ഒന്നാകെ അയാളുടെ വാക്കനുസരിച്ച് പോകണം. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. അവൻ ജോഷുവയെ സ്വീകരിച്ച് പുരോഹിതനായ എലയാസറിൻ്റെ മുൻപിലും സമൂഹം മുഴുവൻ്റെയും മുൻപിലും നിർത്തി. അവൻ തൻ്റെ കരങ്ങൾ അവൻ്റെ മേൽ വച്ച് അവനെ നിയോഗിച്ചു. കർത്താവ് മോശ വഴി പ്രസ്താവിച്ചതുപോലെ തന്നെ. സംഖ്യയുടെ പുസ്തകം 28-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു: നീ ഇസ്രായേലിനോട് കൽപ്പിച്ചു പറയുക: എൻ്റെ കാണിക്കയായ അപ്പം സുരഭില പരിമളമായി അഗ്നിയിലുള്ള അർപ്പണമായി യഥാസമയം എനിക്ക് അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ അവരോട് പറയണം: ഇതാണ് നിങ്ങൾ കർത്താവിന് നൽകേണ്ട അഗ്നിയിലുള്ള അർപ്പണം. പതിവുള്ള അനുദിന ഹോമയാഗമായി 1 വയസ്സുള്ള തികവുറ്റ 2 ആൺചെമ്മരിയാടുകൾ. ഒരു ആൺചെമ്മരിയാടിനെ നിങ്ങൾ രാവിലെ അർപ്പിക്കണം. രണ്ടാമത്തെ ആൺചെമ്മരിയാടിനെ സായം സന്ധ്യയിൽ അർപ്പിക്കണം.
ധാന്യയാഗമായി 1/4 ഹിൻ ആട്ടിയ എണ്ണ ചേർത്ത 10 എഫ നേരിയ മാവും വേണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമള അർപ്പണമായി ആയിരുന്നല്ലോ സീനായ് മലയിൽ വിഭാവനം ചെയ്യപ്പെട്ട അനുദിന ഹോമയാഗം. ഒരു ചെമ്മരിയാടിന് അതിൻ്റെ പാനീയ അർപ്പണം 1/4 ഹിൻ ആണ്. കർത്താവിനുള്ള ലഹരീയ പാനീയത്തിൻ്റെ പാനീയ അർപ്പണം വിശുദ്ധ സ്ഥലത്ത് നീ ഒഴിക്കുക. രണ്ടാമത്തെ ചെമ്മരിയാടിനെ സായം സന്ധ്യയിൽ അർപ്പിക്കണം. രാവിലത്തെ ധാന്യയാഗം പോലെയും അതിൻ്റെ പാനീയ അർപ്പണം പോലെയുമാണ് കർത്താവിനുള്ള അഗ്നിയിലുള്ള സുരഭില പരിമള അർപ്പണം നീ സമർപ്പിക്കേണ്ടത്. സാബത്ത് ദിവസം 1 വയസ്സുള്ള തികവുറ്റ 2 ആൺ ചെമ്മരിയാടുകളും ധാന്യയാഗമായി എണ്ണ ചേർത്ത 2 ഇസ്രോൻ നേരിയ മാവും അതിൻ്റെ പാനീയ യാഗവും ഉണ്ടായിരിക്കണം. അനുദിന ഹോമയാഗത്തിനും അതിൻ്റെ പാനീയ സമർപ്പണത്തിനും പുറമെയാണ് ഓരോ സാബത്തിലുമുള്ള സാബത്ത് ഹോമയാഗം. നിങ്ങളുടെ അമാവാസികളിൽ കർത്താവിന് ഹോമയാഗമായി 2 മൂരിക്കിടാങ്ങൾ, 1 മുട്ടാട്, 1 വയസ്സുള്ള തികവുറ്റ 7 ആൺ ചെമ്മരിയാടുകൾ എന്നിവ നിങ്ങൾ അർപ്പിക്കണം. മൂരി 1 ധാന്യയാഗമായി എണ്ണ ചേർത്ത 3 ഇസ്രോൻ നേരിയ മാവും, മുട്ടാട് 1 ധാന്യയാഗമായി എണ്ണ ചേർത്ത 2 ഇസ്രോൻ നേരിയ മാവും, ആൺ ചെമ്മരിയാട് 1 ധാന്യയാഗമായി എണ്ണ ചേർത്ത 1 ഇസ്രോൻ വീതം നേരിയ മാവും വേണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമള അർപ്പണമായ ഹോമയാഗം. മൂരിക്ക് 1/2 ഹിൻ, മുട്ടാടിന് 1/3 ഹിൻ, ആൺ ചെമ്മരിയാടിന് 4/1 ഹിൻ എന്നിങ്ങനെ ആയിരിക്കണം അവയുടെ പാനീയ ബലിയായുള്ള വീഞ്ഞ്. വർഷത്തിൻ്റെ മാസങ്ങൾക്കുള്ള പ്രതിമാസ ഹോമയാഗമാണിത്. അനുദിന ഹോമയാഗത്തിനും അതിൻ്റെ പാനീയ അർപ്പണത്തിനും പുറമെ കർത്താവിനുള്ള പാപമുക്തി യാഗമായി 1 കോലാട്ടിൻ മുട്ടൻ അർപ്പിക്കപ്പെടണം. ആദ്യ മാസത്തിൽ മാസത്തിൻ്റെ 14-ാം ദിവസത്തിലാണ് കർത്താവിൻ്റെ പെസഹ. ആ മാസത്തിൻ്റെ 15-ാം ദിവസം ഉത്സവമാണ്. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഭക്ഷിക്കണം. 1-ാം ദിവസം വിശുദ്ധ സ്ഥലത്തെ സമ്മേളനമുണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം 2 മൂരിക്കിടാങ്ങളെയും 1 മുട്ടാടിനെയും ഹോമയാഗമായി കൊണ്ടുവരണം. 1 വയസ്സുള്ള തികവുറ്റ 7 ആൺ ചെമ്മരിയാടുകളും നിങ്ങൾക്കുണ്ടായിരിക്കണം. അവയുടെ ധാന്യയാഗമായി മൂരി 1 എണ്ണ ചേർത്ത നേരിയ മാവ് 3 ഇസ്രോൻ, മുട്ടാട് 2 ഇസ്രോൻ, ആൺ ചെമ്മരിയാട് 7 ആൺ ചെമ്മരിയാടുകൾ, 1 ഇസ്രോൻ എന്നിവയും നിങ്ങളെ പ്രതി പരിഹാരം ചെയ്യാൻ പാപമുക്തി യാഗത്തിനുള്ള 1 മുട്ടാടും അനുദിന ഹോമയാഗത്തിനുള്ള പ്രഭാത ഹോമയാഗത്തിന് പുറമെ നിങ്ങൾ അർപ്പിക്കണം. ഓരോ ദിവസവും ഇതുപോലെ തന്നെ കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളത്തിൻ്റെ ഭോജനാർപ്പണം 7 ദിവസത്തേക്ക് നിങ്ങൾ നടത്തണം. അനുദിന ഹോമയാഗത്തിന് പുറമെ അതിൻ്റെ പാനീയ അർപ്പണവും നേദിക്കപ്പെടേണ്ടതാണ്. 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനമുണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. ആദ്യഫലങ്ങളുടെ ദിവസം നിങ്ങളുടെ ആഴ്ചകളുടെ തിരുനാളിൽ കർത്താവിന് നിങ്ങൾ പുതുധാന്യയാഗം സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. കർത്താവിന് സുരഭില പരിമളത്തിനുള്ള ഹോമയാഗമായി 2 മൂരിക്കിടാങ്ങളെയും 1 മുട്ടാടിനെയും 1 വയസ്സുള്ള 7 ആൺ ചെമ്മരിയാടുകളെയും നിങ്ങൾ കാഴ്ചവെക്കണം. അവയുടെ ധാന്യയാഗമായി മൂരി 1 എണ്ണ ചേർത്ത നേരിയ മാവ് 3 ഇസ്രോൻ, മുട്ടാട് 2 ഇസ്രോൻ, ആൺ ചെമ്മരിയാട് 7 ആൺ ചെമ്മരിയാടുകൾ, 1 ഇസ്രോൻ എന്നിവയും നിങ്ങളെ പ്രതി പരിഹാരം ചെയ്യാൻ 1 കോലാട്ടിൻ മുട്ടനും വേണം. അവ നിങ്ങൾക്ക് തികവുറ്റതായിരിക്കണം. അനുദിന ഹോമയാഗത്തിനും അതിൻ്റെ ധാന്യയാഗത്തിനും പുറമെ അവയുടെ പാനീയ അർപ്പണവും നിങ്ങൾ നേദിക്കണം. 109-ാം സങ്കീർത്തനം. എൻ്റെ സ്തുതിപാത്രമായ ദൈവമേ, അങ്ങ് മൗനമായിരിക്കരുതേ. എന്തെന്നാൽ ദുഷ്ടതയുടെ വായും വഞ്ചനയുടെ വായും അവർ എനിക്കെതിരെ തുറന്നിരിക്കുന്നു. അവർ എന്നോട് സംസാരിക്കുന്നത് വ്യാജത്തിൻ്റെ ഭാഷയാണ്. വിദ്വേഷവചനങ്ങൾ എന്നെ വളഞ്ഞിരിക്കുന്നു. അകാരണമായി അവർ എന്നോട് പൊരുതുന്നു. എൻ്റെ സ്നേഹത്തിനു പകരമായി അവർ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാനാകട്ടെ പ്രാർത്ഥനയിലാണ്. നന്മയ്ക്കു പകരം തിന്മയും സ്നേഹത്തിനു പകരം വിദ്വേഷവും അവർ എൻ്റെ മേൽ ചുമത്തുന്നു. അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ. സാത്താൻ അവൻ്റെ വലത്തുവശത്ത് നിൽക്കട്ടെ. ന്യായവിചാരണയിൽ അവൻ കുറ്റവാളിയായി പുറത്തു വരട്ടെ. അവൻ്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവൻ്റെ നാളുകൾ ചുരുങ്ങിയതാകട്ടെ. അവൻ്റെ ഉദ്യോഗം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ. അവൻ്റെ മക്കൾ അനാഥരും
ഭാര്യ വിധവയുമായിരിക്കട്ടെ. അവൻ്റെ മക്കൾ അലഞ്ഞു നടന്ന് ഭിക്ഷ ഇരക്കട്ടെ. സ്വന്തം നഷ്ടശിഷ്ടങ്ങളിൽ അവർ പരതട്ടെ. അവന് ഉള്ളതിനെല്ലാം കടക്കാരൻ കെണിയൊരുക്കട്ടെ. അവൻ്റെ സമ്പാദ്യം അന്യർ കൊള്ളയടിക്കട്ടെ. അവന് കാരുണ്യം നീട്ടിക്കൊടുക്കുന്നവൻ ഉണ്ടാകാതിരിക്കട്ടെ. അവൻ്റെ അനാഥർക്ക് ദയാലു ഉണ്ടാകാതിരിക്കട്ടെ. അവൻ്റെ പിൻതലമുറ അറ്റുപോകാനിടയാകട്ടെ. പിൻതലമുറയിൽ അവൻ്റെ പേര് മായ്ക്കപ്പെടട്ടെ. അവൻ്റെ പിതാക്കന്മാരുടെ കുറ്റം കർത്താവിൻ്റെ പക്കൽ ഓർമ്മിക്കപ്പെടട്ടെ. അവൻ്റെ അമ്മയുടെ പാപം മായ്ക്കപ്പെടാതിരിക്കട്ടെ. അവ നിരന്തരം കർത്തൃസമക്ഷം ഉണ്ടായിരിക്കട്ടെ. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് അവിടുന്ന് വിച്ഛേദിക്കട്ടെ. കരുണ ചെയ്യാൻ അവൻ ഓർക്കാതിരുന്നതുകൊണ്ട് അഗതിയും ദരിദ്രനും ഹൃദയം തകർന്നവനുമായവനെ കൊല്ലാൻ അവൻ പിന്തുടർന്നു. ശാപം അവൻ ഇഷ്ടപ്പെട്ടു, അത് അവന് ലഭിക്കട്ടെ. അനുഗ്രഹം അവന് ഇഷ്ടമല്ലായിരുന്നു, അത് അവനിൽ നിന്ന് അകലട്ടെ. തൻ്റെ പുറംകുപ്പായം പോലെ ശാപം അവൻ അണിഞ്ഞു, അത് വെള്ളം പോലെ അവൻ്റെ ഉള്ളിലേക്കും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലേക്കും കടക്കട്ടെ. അത് അവൻ അണിയുന്ന അങ്കി പോലെയാകട്ടെ, അത് അവൻ അരപ്പട്ടയോട് നിത്യം ബന്ധിക്കട്ടെ. എൻ്റെ കുറ്റാരോപകർക്കും എൻ്റെ ആത്മാവിനെതിരെ തിന്മ സംസാരിക്കുന്നവർക്കും കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കും. ആകയാൽ എൻ്റെ നാഥനായ കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എന്നോട് പ്രവർത്തിക്കണമേ. അങ്ങയുടെ കാരുണ്യം വിശിഷ്ടമായതിനാൽ എന്നെ മോചിപ്പിക്കണമേ. എന്തെന്നാൽ ഞാൻ അഗതിയും ദരിദ്രനുമാണ്. എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയം വ്രണിതമായിരിക്കുന്നു. നീളുന്ന നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു. വെട്ടുക്കിളി പോലെ ഞാൻ കുടഞ്ഞെറിയപ്പെടുന്നു. ഉപവാസം കൊണ്ട് എൻ്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കുന്നു. കൊഴുപ്പില്ലാതെ എൻ്റെ ശരീരം ശോഷിച്ചു. ഞാൻ അവർക്ക് പരിഹാസമായിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തലയാട്ടുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, എന്നെ സഹായിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഇത് അങ്ങയുടെ കരമാണെന്ന്, അങ്ങാണിത് ചെയ്തതെന്ന് അവർ അറിയട്ടെ. അവർ ശപിച്ചുകൊള്ളട്ടെ, എന്നാൽ അങ്ങ് അനുഗ്രഹിക്കും. അവർ എതിരിട്ട് ലജ്ജിതരാകുമ്പോൾ അങ്ങയുടെ ദാസൻ സന്തോഷിക്കും. എനിക്കെതിരെ ആരോപണമുയർത്തുന്നവർ അപമാനം അണിയട്ടെ. തങ്ങളുടെ ലജ്ജ അവർ നിലയങ്കി പോലെ ഉടുക്കട്ടെ. എൻ്റെ അധരം കൊണ്ട് കർത്താവിന് ഞാൻ ഏറെ കൃതജ്ഞത അർപ്പിക്കും. അനേകരുടെ മധ്യേ ഞാൻ അവിടുത്തെ സ്തുതിക്കും. വിധിക്കുന്നവരിൽ നിന്ന് ദരിദ്രൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ അവൻ്റെ വലത്തുവശത്ത് നിശ്ചയമായും അവിടുന്ന് നിൽക്കും. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. തിബേരിയോസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം പൊന്തിയോസ് പീലാത്തോസ് യൂദയായുടെ ദേശാധിപതിയും ഹെറോദേസ് ഗലീലിയുടെയും അവൻ്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യഫാസും പ്രധാന പുരോഹിതന്മാരുമായിരിക്കെ സക്കറിയയുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ പാപമോചനത്തിലുള്ള മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപത്തുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും വന്നു. യേശയ്യാ പ്രവാചകന്റെ വചനങ്ങളുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. ഓരോ താഴ്വരയും നികത്തപ്പെടും, ഓരോ പർവ്വതവും കുന്നും താഴ്ത്തപ്പെടും. വളഞ്ഞവ നേരെയാക്കപ്പെടും, ദുർഘടമായ വഴികൾ സുഗമമാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണും. അവനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ വന്നിരുന്ന ജനക്കൂട്ടത്തോട് അവൻ ചോദിച്ചു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് ഉള്ളിൽ പറയാൻ നിങ്ങൾ തുനിയരുത്. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് മക്കളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ ഒന്നുമില്ലാത്തവനുമായി പങ്കുവെക്കട്ടെ. ഭക്ഷണമുള്ളവനും ഇതുപോലെ തന്നെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനപ്പെടാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരോ, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായി കുറ്റം ആരോപിക്കരുത്. നിങ്ങളുടെ വേതനം കൊണ്ട് തൃപ്തിപ്പെടണം.
പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ഹൃദയത്തിൽ വിചാരിച്ചു കൊണ്ടിരുന്നു. യോഹന്നാൻ എല്ലാവരോടും മറുപടിയായി പറഞ്ഞു, ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു. എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റു പലതും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. യോഹന്നാൻ ഭരണാധികാരിയായ ഹേറോദേസിനെ അവൻ്റെ സഹോദര ഭാര്യയായ ഹേറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്ടതകളുടെ പേരിലും കുറ്റപ്പെടുത്തിയിരുന്നു. ഹേറോദേസ് ആകട്ടെ എല്ലാറ്റിനോടും കൂടെ ഇതും ചേർത്ത് യോഹന്നാനെ കാരാഗൃഹത്തിലടച്ചു. ജനമെല്ലാം സ്നാനപ്പെട്ടപ്പോൾ യേശുവും സ്നാനപ്പെട്ടു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.